ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് സോഫ്റ്റ് പുട്ടുപൊടി എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കും നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് കുതിർത്ത് വെച്ച പച്ചരിയാണ്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്നും നിന്നെല്ലാം വാങ്ങുന്ന പച്ചരിയാണ്. റേഷൻ അരി വെച്ചും സാധാരണ ചെയ്യലുണ്ട്. ഇത് ഇന്ന് ഞാൻ ചെയ്യുന്നത് പച്ചരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ സാധാരണ ചെറിയ റവയുടെ ആ രീതിയിൽ പൊടിച്ചെടുക്കണം, നൈസായിട്ട്. ഇത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്ത് ഇനി ചെയ്യേണ്ടത് ഇതൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. ഞാനിങ്ങനെയാണ് പുട്ടുപൊടി ഉണ്ടാക്കുന്നത്. ഞാൻ കടയിൽ നിന്ന് പുട്ടുപൊടി വാങ്ങലേ ഇല്ല. ഞാൻ ഇതുപോലെ വീട്ടിൽ തന്നെ അരി പൊടിച്ചിട്ടാണ് പുട്ടുപൊടി ഉണ്ടാക്കുന്നത്. കടയിൽ നിന്ന് മേടിക്കുന്ന പുട്ടുപൊടിയേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന പുട്ടുപൊടിക്ക്. ഇങ്ങനെ ഉണ്ടാക്കുന്ന പുട്ടുപൊടിയുടെ പുട്ട് നല്ല ടേസ്റ്റാണ്. നിർത്താതെ ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർത്താതെ ഇളക്കി കൊടുക്കണം. തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ കട്ട പിടിച്ചിട്ടാണല്ലേ കുറച്ച് അത് നമുക്ക് ശരിയാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ട് സാധാരണ പുട്ടുപൊടിക്ക് മിക്സ് ആക്കുന്ന പോലെ മിക്സ് ആക്കി എടുക്കാം. ഉപ്പും വെള്ളമെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കട്ട കെട്ടിയിട്ട് കാണുന്നില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒറ്റ പ്രാവശ്യം മാത്രം കറക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലിടാം, ഒറ്റ പ്രാവശ്യം കറക്കിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ പൊടി കിട്ടും. മിക്സിയുടെ ജാറിൽ നിറയെ ഇടാൻ പാടില്ല കേട്ടോ. ഒരു അരഭാഗം വരെ ഇടാൻ പാടുള്ളൂ. അരഭാഗം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. കട്ടയെല്ലാം പോയി കിട്ടിയില്ലേ? നല്ല സോഫ്റ്റ് പുട്ടുപൊടിയല്ലേ? ഇതുപോലെ ചെയ്താൽ മതി. ഇങ്ങനെ കട്ട പിടിക്കുന്നതിന് ഇതുപോലെ ചെയ്താൽ മതി. കൂടുതൽ സമയം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഓണാക്കി വെക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അപ്പം തന്നെ ഓഫാക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇത് പുട്ടുകുറ്റിയിലിട്ട് പുഴുങ്ങെടുക്കല്ലോ വേണ്ടു. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ഇത്രയും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇത്രയും പണി രാത്രിയിൽ ചെയ്ത് വെക്കാം, തലേ ദിവസം ചെയ്ത് വെക്കാം. എന്നാൽ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വേവിച്ചെടുക്കല്ലോ വേണ്ടു. അല്ലാണ്ട് രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികളും തിരക്കില്ലവർക്ക് രാവിലെ ഇത്രയും പണി ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഇതെല്ലാം രാത്രിയിൽ ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ പുട്ട് വേവിച്ചെടുക്കല്ലോ വേണ്ടു. അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തത്. ഇതെനിക്കിനെ 2-3 പ്രാവശ്യം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് മതി. നമ്മൾ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരുമിച്ച് ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം ഉണ്ടാക്കാമല്ലോ പുട്ട്. അതുകൊണ്ട് ആക്കുമ്പോൾ ഞാൻ കുറച്ചധികം അരിപ്പൊടി ഉണ്ടാക്കിയെടുക്കും. സോഫ്റ്റ് പുട്ടുപൊടി വീട്ടിലെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് എല്ലാവരും കണ്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.